തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ SFI KSU സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 6 KSU പ്രവർത്തകരും 4 SFI പ്രവർത്തകരുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽ, എന്ത് കാരണത്തെ ചൊല്ലിയായിരുന്നു ഈ വിദ്യാർത്ഥി സംഘർഷം? റോഷ്നി, കീർത്തന, ഇന്ന് വൈകിട്ടോടെയാണ് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ KSU SFI സംഘർഷം ഉടലെടുക്കുന്നത്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി KSU SFI സംഘർഷം നിലവിൽ വലിയ രീതിയിൽ തന്നെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് മാർ ഇവാനിയോസ് കോളേജ് എന്നുള്ളതാണ്. അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ഈ SFI അധികാരത്തിൽ വന്നതിന് ശേഷം KSU പ്രവർത്തകർ അവരിൽ തന്നെ SFI പ്രവർത്തനത്തെ താറിടുന്ന തരത്തിൽ തന്നെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിന് എതിരായി തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് KSU SFI സംഘർഷം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ ഈ സംഘർഷമുണ്ടായത്. എന്തായാലും 8ഓളം KSU പ്രവർത്തകർക്ക് മർദ്ദനത്തിൽ സാരമായ പരിക്കുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ക്യാമ്പസിന്റെ ഒരു ഭാഗത്ത് നിന്ന് എത്തിയ KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഒരുപാട് കുട്ടികൾ ചേർന്ന് ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു എന്നുള്ളത്. പല വിദ്യാർത്ഥികളുടെയും ചെരുപ്പുകളൊക്കെ ഇവിടെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ 4ഓളം KSU പ്രവർത്തകർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കാണ് സാരമായി പരിക്കേറ്റത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി ഈ പ്രദേശത്ത് സംഘർഷഭരിതമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് SFI KSU സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ SFI KSUവിൽ നിന്ന് ക്യാമ്പസ് തിരിച്ചുപിടിച്ചിരുന്നു. അതിനെ തുടർന്ന് വലിയ സംഘർഷപരമായ സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു. ആ സംഘർഷം നിലവിൽ ഇത്തരത്തിൽ വീണ്ടും കയ്യാങ്കളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. SFIയുടെ പ്രവർത്തനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് KSU നടത്തിയ ചില വെല്ലുവിളികളും അതേപോലെ തന്നെ ചില പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നതും. 4ഓളം പ്രവർത്തകരെ, 2 സംഘടനകളിൽ നിന്നുമായി 4ഓളം പ്രവർത്തകരെ ഇപ്പോൾ നിലവിൽ മണ്ണന്തല പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ 4 പേർ ചേർന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയതെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ മണ്ണന്തല പോലീസ് അറിയിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷയിലാണ് ക്യാമ്പസും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളത്. വരും ദിവസങ്ങളിലും സംഘർഷപരമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാഹചര്യം കൂടി മണ്ണന്തല പോലീസ് കണക്കൂട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിൽ വലിയ സുരക്ഷയാണ് മണ്ണന്തല പോലീസ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും 4ഓളം പ്രവർത്തകർ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. KSU പ്രവർത്തകർക്ക് ഈ സാരമായി പരിക്കേറ്റ 4ഓളം പ്രവർത്തകർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഓക്കെ, ഗോകുൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വിദ്യാർത്ഥി സംഘർഷത്തിൽ പരിക്കേറ്റവരിൽ തലയ്ക്ക് തന്നെ സാരമായി പരിക്കേറ്റവരുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്.